അപ്പോൾ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ 2026 മോഡൽ ബജാജിൻ്റെ 125cc ഇതാണ് നമ്മുടെ പൾസർ കേട്ടോ. അപ്പോൾ ഈ പൾസറിൻ്റെ ആ പെർഫോമൻസും ഇതിൻ്റെ മൈലേജും ഒക്കെ നിങ്ങൾക്കൊന്ന് അറിയണ്ടേ. സുഹൃത്തുക്കളെ, നമ്മുടെ വണ്ടി ഇതാണ് കേട്ടോ. ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ ഫിറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ വണ്ടി. ഇത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഹെൽമെറ്റും ഒക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു മോഡലാണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. അങ്ങനെയുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ഈ റെഡ് ആൻഡ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കാർബൺ ടച്ച് ആയിട്ടുള്ള അതേ ഒരു ഡിസൈനാണ് ഈ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. നോക്കണം. ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ 145 കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ വണ്ടിക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസാണ്, നല്ല പുള്ളിങ്ങും ഉണ്ട്. അത്യാവശ്യം എന്താ പറയുന്നത്, മറ്റു വണ്ടികളൊക്കെ ഓടുന്ന സമയത്ത് കുലുക്കോ അല്ലെ ആട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്കൊന്നും ആകത്തില്ല. അത്യാവശ്യം നമ്മൾ ചെറിയ റൂട്ടിലും വലിയ റൂട്ടിലും ഒക്കെ ഓടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു 45 കിലോമീറ്റർ സ്പീഡിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ 45ഉം 50നും ഇടയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് 68 മൈലേജ് വരെയാണ് ഈ ഒരു വണ്ടിക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 68 മൈലേജ് 45 ആ ഒരു സ്പീഡിൽ തന്നെ പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് പറ്റി വേരിയേഷൻസ് വരും. അല്ലാതെ നമ്മൾ നോർമലായിട്ടുള്ള നമ്മൾ സ്പീഡിലൊക്കെ പോകുകയെന്നുണ്ടെങ്കിൽ ഒരു 50 മൈൽ സ്പീഡിലൊക്കെ പോകുകയെന്നുണ്ടെങ്കിൽ 58 അല്ലെ 60 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് മൈലേജ് ലഭിക്കും. അപ്പം ഈ ഒരു വണ്ടി ഇപ്പം ഞാൻ ഓടിയിരിക്കുന്നത് പറഞ്ഞാൽ ഒരു മാസം, ഇന്നേക്ക് 30 ദിവസമായി. ഈ 30 ദിവസത്തിനുള്ളിൽ ഞാൻ ഓടിയിരിക്കുന്നത് പറഞ്ഞാൽ 2155 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഇത് നമ്മൾ 700 കിലോമീറ്റർ ആയപ്പം ഫസ്റ്റ് സർവീസ് ഞാൻ ചെയ്തതാണ് കേട്ടോ. ചെയ്തതിന് ശേഷമാണ് ഇത് കാണിക്കുന്നത് 2155 കിലോമീറ്റർ. അടുത്തതായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ട്. അതിൻ്റെ ഹെഡ് ലാമ്പ് ഇവർ 2026 ഹെഡ് ലാമ്പൊക്കെ മാറ്റിയിട്ട് LED ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല വെട്ടമാണ്. അതുപോലെ ഒരു DRL നമുക്ക് ഇവിടെയും കിട്ടും കേട്ടോ. അത് സൈലൻ്റായിട്ട് നമുക്ക് കാണാം. ഇത് നമ്മുടെ നോർമലി വരുന്ന ലൈറ്റാണ്. പിന്നെ നമുക്ക് ഡിം അടിക്കാനുള്ള ആ ഒരു ലൈറ്റും കൂടി ഇതിനുണ്ട്. അത്യാവശ്യം നല്ല വെട്ടമാണ് കേട്ടോ. രാത്രിയിലൊക്കെ നമുക്ക് നല്ല ഒരു പ്രകാശം തന്നെ ലഭിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഹോൺ മാത്രമേ നമുക്ക് ഇതിനകത്ത് തരുന്നുള്ളൂ കേട്ടോ, ഒറ്റ ഹോണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടു, മൾഗാർഡിലൊക്കെ ഒരു ഷീൽഡ് കണ്ടു, ഒരു കാർബൺ ടച്ച് ആയിട്ടുള്ള ഒരു സ്റ്റിക്കറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അലോയിയാണ്. പിന്നെ അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഷോക്കിനകത്ത് തന്നെ നമുക്ക് ഇത് കണ്ടോ, ഒരു റിഫ്ലക്ടറും ഈ സൈഡിൽ തന്നെ വരുന്നുണ്ട്. ഡിസ്ക് ബ്രേക്ക് ഉണ്ടോ. അലോയിയാണ് നമുക്ക് വീൽ തന്നിരിക്കുന്നത്. ആ അലോയി വീലിനകത്ത് ഒരു ഇത് കണ്ടോ, നല്ല രസമുള്ള ഒരു സ്റ്റിക്കറാണ് കേട്ടോ. നല്ല രസമുണ്ട്, കാണാൻ നല്ല രസം ലുക്കാണ്. പിന്നെ നമുക്കിതിൻ്റെ ആ സ്പീഡോമീറ്ററിൻ്റെ ആ ഒരു കേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ സൈലൻസറിനാട്ടോ അതായത് ഒരു ഷീൽഡ്, നമ്മൾ പെട്ടെന്ന് കയ്യോ കാലോ ഒന്നും മുട്ടായിരിക്കാൻ, ആ ചൂടൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഷീൽഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണാനായിട്ട് നല്ല ലുക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് നല്ല സ്ട്രോങ് ആണ് കേട്ടോ. മറ്റേതിനെക്കാട്ടിലൊക്കെ നല്ല, ഞാൻ പല വണ്ടികളും പോയി നോക്കിയതാണ്. അപ്പോൾ അതിനെക്കാട്ടിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. നല്ല ലുക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എഞ്ചിനൊക്കെ എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. അതായത് ബജാജിൻ്റെ സ്റ്റിക്കറുണ്ട്. അതുപോലെ തന്നെ താഴെ നമുക്കിത് കണ്ടോ ഒരു ഡിസൈന്, അതായത് എഞ്ചിൻ്റെ ആ ഒരു അടിവശത്തായിട്ട് കാണാൻ ലുക്കിന് വേണ്ടി വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് കേട്ടോ, കാണാൻ ലുക്കാണ് കേട്ടോ. വണ്ടി കാണാൻ നല്ല സ്റ്റൈലായിട്ട് ലുക്കായിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, നമുക്ക് ഈ ഒരു ചെയിൻ പെട്ടി വരുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലാണ് കേട്ടോ. മറ്റേ ചില വണ്ടിയൊക്കെ പ്ലാസ്റ്റിക്കാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഷോക്ക് അബ്സറും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് കാണുമ്പോൾ നമ്മുടെ പഴയ ആ ഒരു 150യുടെയൊക്കെ ആ ഒരു മോഡലിൽ തന്നെ നമുക്ക് ആ ഡിസൈനും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു ഹാൻഡിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് 2 പീസായിട്ട് വരുന്നുണ്ട്. 2 പീസായിട്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഡബിൾ സീറ്റ്, അതായത് ഈ സീറ്റുകൾ തമ്മിൽ ഡബിളായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇതാണ് വരുന്നത് ഇവിടെ 2 എണ്ണം. അതേസമയം നമ്മുടെ സീറ്റ് സിംഗിളായിട്ട് വരുന്ന മോഡലിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സിംഗിളായിട്ട് തന്നെ വരുന്നതായിരിക്കും. അതുപോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള LED മയമാണ് കേട്ടോ. LED ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ ബാക്ക് സൈഡിൽ നമ്മുടെ പഴയ ആ ഒരു മോഡലിൻ്റെ ആ ഒരു ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഉണ്ടോ, ഈ ഇൻഡിക്കേറ്റർ LED ആണ് കേട്ടോ. കാണാൻ നല്ല ലുക്കായിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. രാത്രിയിലൊക്കെ കാണാൻ നല്ല പെർഫോമൻസ് അടിപൊളി. പിന്നെ പഴയതിനെക്കാട്ടി വീലൊക്കെ ഒന്നുകൂടെ മാറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം പഴയ മോഡൽ 2025 മോഡലിനെക്കാട്ടി വീലിന് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, അടിപൊളിയല്ലേ, വണ്ടി നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ. അതുപോലെ എൻജിൻ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള, അതായത് നമുക്ക് റണ്ണിങ്ങിൽ പോകുമ്പോൾ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നോർമലി ഉള്ള നമ്മുടെ പഴയ വണ്ടികളിലൊക്കെ അതേ രീതിയിൽ തന്നെയുള്ള മിററാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ടാങ്ക് വരുന്നത് നമുക്ക് 15 ലിറ്ററാണ് കേട്ടോ. 15 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഹെൽമെറ്റ്, സ്റ്റീൽ ബേഡിൻ്റെ ഒരു ഹെൽമെറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
നമുക്ക് പഴയതിനകത്തൊക്കെ വരുന്ന വേറെ ഡിസൈൻ ആയിരുന്നു. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് USB പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ന്യൂട്രൽ വരുമ്പോൾ നമുക്കിവിടെ ലൈറ്റ് കത്തും. ന്യൂട്രലാണെന്നുണ്ടെങ്കിൽ ന്യൂട്രലിൻ്റെ ലൈറ്റ് കത്തും, ഇൻഡിക്കേറ്ററിൻ്റെ കത്തുന്നുണ്ട്. അതുപോലെ ബ്രൈറ്റ് അടിക്കുമ്പം ബ്രൈറ്റിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. അത് മൊബൈൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, സി പോർട്ട് അല്ല കേട്ടോ, USB-യുടെ ആ ഒരു ടൈപ്പിലെ ആ ഒരു കേബിൾ തന്നെ കണക്ട് ചെയ്തിട്ട് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം. ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ലോക്കായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെയുണ്ട് വണ്ടി. നമ്മുടെ ലുക്കല്ലേ, ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. LED ലൈറ്റൊക്കെ വന്നപ്പോൾ അതിന് പ്രത്യേകം വെട്ടമൊന്നും പറയണ്ട, അടിപൊളി വെട്ടം കേട്ടോ. നല്ല ബ്രൈറ്റൊക്കെ അടിച്ചാൽ നല്ല സൂപ്പറാണ്. യാത്രയിലൊക്കെ പോകുമ്പോൾ നല്ല ഇതാണ്. അതുപോലെ ഓടിക്കാനും നല്ല സുഖമാണ് കേട്ടോ. നല്ല പെർഫോമൻസ് ആണ്, അടിപൊളിയാണ്. എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എനിക്ക് 60, 65, 68 അങ്ങനെയുള്ള മൈലേജുകളാണ് നമ്മൾ ഓടിക്കൊണ്ട് കിട്ടുന്നത്. 68 വരെ ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുണ്ട് മൈലേജ്.